ഇസ്തിഗാസ മുജാഹിദുകൾ ദുർവ്യാനിക്കുന്ന ആയത്തുകൾ എന്ന ശീർഷകത്തിൽ നടക്കുന്ന മുഖാമുഖത്തിൽ വിഷയാവതരണം നടത്തുന്നതിന് വേണ്ടി കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് സംസ്ഥാന കോർഡിനേറ്ററും ഇർഷാദിയ മുദരിസുമായ ഹാഫിൽ മുഹമ്മദ് ഷരീഫ് സഖാഫി അൽ അർഷദി ഉസ്താദ് അവർകളെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആമുഖങ്ങളിലേക്ക് കടക്കാതെ ഇസ്തിഗാസ മുജാഹിദുകൾ ദുർവ്യാഖ്യാനിക്കുന്ന ആയത്തുകൾ എന്ന ശീർഷകത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുള്ള വിശാലമായ അവസരം ലഭിക്കുന്നതിന് വേണ്ടി അതിന് മുന്നോടിയായി നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകർ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ അമ്പിയാക്കളും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ലോകത്തിന് ഒരു രക്ഷകനുണ്ടെന്നും അവൻ അല്ലാഹുവാണെന്നും രക്ഷകനായ ആ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുന്നേ കഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും സവിശേഷമായ ശബ്ദം അത് വിശുദ്ധമായ തൗഹീദിൻ്റെതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമര ശബ്ദമാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ ശുദ്ധ തൗഹീദിൻ്റെ സന്ദേശവുമായി കടന്നു വരുമ്പോൾ അവിടെയുണ്ടായിരുന്നത് തങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്ന ദൈവങ്ങളെ വീടുകൾ തോറും ഗോത്രങ്ങൾ തോറും കുടുംബങ്ങൾ തോറും പ്രതിഷ്ഠിച്ചു വെച്ചുകൊണ്ട് അവയുടെ ഉപകാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അവയെ പൂവിട്ട് പൂജിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്ർ, ലാത്ത, മനാത്ത, ഉസ്സ തുടങ്ങി 33 കോടി ദൈവങ്ങളെ പൂവിട്ട് പൂജിച്ചു കൊണ്ടിരിക്കുന്ന ശിർക്കിന്റെ പാതാളത്തിലേക്കായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. പിന്നീട് തൻ്റെ 23 വർഷത്തെ സുന്ദരമായ ജീവിതത്തിൽ തൗഹീദിൻ്റെ ആ സുന്ദരമായ ആദർശം ആശയം പഠിപ്പിക്കുകയും ശിർക്കിൻ്റെ ഒരു കണിക പോലും ബാക്കിയില്ലാത്ത 1,24,000 വരുന്ന സ്വഹാബത്തിനെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അവസാനം തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം മാണയിട്ട് ഓർമ്മപ്പെടുത്തിയത് അടിവരയിട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഉഹദ് ശുഹദാക്കളുടെ മഖാമിൽ ചെന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് പിന്നീട് തൻ്റെ പ്രഭാഷണ പീഠത്തിലേക്ക് കയറിക്കൊണ്ടവിടുന്ന് പറയുകയുണ്ടായി, വല്ലാഹി ഇന്നി ഖദ് ഉഅ്തീതു ഖസാഇന മഫാത്തിഹിൽ അർള്. അതേ ഭൂമിയിലെ
വലിയ ഖജനാവുകളുടെ താക്കോലുകൾ, ഭൗതികതയുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വൈന്നി അവിടുന്നൊരു ആശ പ്രകടിപ്പിക്കുകയാണ്. വൈന്നി വല്ലാഹി മാ അഖാഫു ബഅദി അൻ തുശ്രികൂ, എൻ്റെ കാലശേഷം നിങ്ങൾ ഒന്നിച്ച് ശിർക്കിലേക്ക് കൂപ്പുകുത്തുന്നൊരവസ്ഥ ഞാനൊരിക്കലും ഭയപ്പെടുന്നില്ല എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അത്രയും കാലം ശിർക്കിൽ മുരടിച്ച് നിന്നിരുന്നവരെ സുന്ദരമായ തൗഹീദിന്റെ ശാദ്വല തീരത്തേക്ക് ആനയിച്ചുകൊണ്ട് ആണത്തത്തോട് പ്രസംഗിക്കുകയാണ്. ഇല്ല, ഇനി ഒരിക്കലും എൻ്റെ ഉമ്മത്തിൽ ഇതുപോലെ ശിർക്കിലേക്കൊരു സമൂഹം ഒന്നടങ്കം കൂപ്പുകുത്തുന്ന അവസ്ഥയുണ്ടാവുകയില്ല എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്നാൽ പിന്നീട് നാം കാണുകയാണ്, ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിൻ്റെ പേരിൽ വന്ന വിമത വിഭാഗമായിരുന്നു ഖവാരിജുകൾ. എന്നാൽ ഖവാരിജുകൾ ആദ്യമായി മുന്നോട്ട് വെച്ച ആദർശം എന്തായിരുന്നു? അതുവരെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് മുഴുവനും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് വിധി എഴുതുകയായിരുന്നു. എന്തേ കാരണം? വിശാലമായ ചരിത്രമാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അവസാനം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. കാന ഇബ്നു ഉമർ യറാഹും ശിറാറ ഖൽഖില്ലാഹ്. ഇബ്നു ഉമർ തങ്ങൾ ഖവാരിജുകളെ മനസ്സിലാക്കിയത് ഈ ലോകത്തെ ഏറ്റവും വലിയ നികൃഷ്ട ജീവികളാണെന്നാണ്. വഖാൽ, മഹാനായ ഇബ്നു ഉമർ തങ്ങൾ അതിന് കാരണം പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്നഹും ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ. ഖവാരിജുകൾ ഇവിടെ ചെയ്തതെന്തായിരുന്നു? കുഫാറുകളുടെ മേലിൽ ഇറങ്ങിയ, മുശ്രിക്കുകളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകൾ ഓരോന്നോരോന്ന് അത് സ്വഹാബത്തിന്റെ മേലിൽ ചാർത്തി, അവിടെയുണ്ടായിരുന്ന വിശ്വാസ സമൂഹത്തിന്റെ മേൽ ചാർത്തി. മുശ്രിക്കാണ് നിങ്ങൾ, കാഫിറാണ് നിങ്ങൾ എന്ന് പറയുന്ന ഏർപ്പാടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാവട്ടെ, നിങ്ങളങ്ങനെ ഒന്നിച്ച് ശിർക്കിലേക്ക് പോകുന്നില്ല എന്ന് പോകുകയില്ല എന്ന് ഞാൻ ആശിക്കുകയാണ് എന്നാണ്. പിന്നീട് മുഅ്തസിലത്ത് കടന്നു വന്നു. അവരും ചെയ്തതെന്തായിരുന്നു? അള്ളാഹുവിന് എണ്ണി സിഫത്തുകൾ പറയുമ്പോ അത് പാടില്ല, ശിർക്കാണ്, നിങ്ങൾ മുശ്രിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടാമത്തെ വിമത പ്രസ്ഥാനവും കടന്നു വന്നത്. പിന്നീട് ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ദിമഷ്കിൽ നിന്ന് ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി കടന്നു വരികയാണ്. അദ്ദേഹവും പറഞ്ഞത് 8 നൂറ്റാണ്ടോളം ജീവിച്ചിരുന്ന മഹാന്മാരായ മഹത്തുക്കൾ, അതുപോലെ തന്നെ നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന മുഅ്മിനീങ്ങൾ മുഴുവനും കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്നായിരുന്നു അദ്ദേഹവും എഴുന്നള്ളിച്ച വാദങ്ങൾ. പിന്നീട് ഹിജ്റ 11-ാം നൂറ്റാണ്ടിൽ ഇബ്നു അബ്ദുൽ വഹാബ് അത് ഏറ്റുപിടിച്ചുകൊണ്ട് തൻ്റെ റാഡിക്കൽ സലഫിസം ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ രക്തരൂക്ഷിതമായ കലാപത്തിലൂടെ അത് നടപ്പാക്കുകയായിരുന്നു. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു കേരളത്തിൽ 1922 ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘം പിറവിയെടുത്തത്. അവരും ഇവിടെ വന്നിട്ട് പറഞ്ഞത് അക്കാലമത്രയും മുസ്ലിങ്ങൾ ആചരിച്ചിരുന്ന ആചാരങ്ങളെ മുഴുവനും ശിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ബഹുഭൂരിപക്ഷത്തെ ഒന്നിച്ച് ശിർക്കാണ്, മുശ്രിക്കാണ് എന്ന് പറയുന്ന ഏർപ്പാടായിരുന്നു അവർ ചെയ്തു വെച്ചത്. എന്നാൽ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നതിന് വേണ്ടി അവർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓരോന്നോതുകയാണ്. ഖവാരിജുകൾ അന്ന് ചെയ്തതാ അതായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടപ്പോൾ അതേ സംഭവം ഇവിടെ നമ്മൾ അവരിൽ കാണുകയാണ്. ആയത്തുകൾ ഓരോന്നോതിയിട്ട് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അവർ ഓതുന്ന ആയത്തുകൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട്, കത്തിവെച്ചുകൊണ്ട്, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ മേലിൽ ചുമത്തുകയാണ് ചെയ്യുന്നത്. ആ ആയത്തുകളുടെ നിജസ്ഥിതി എന്ത് എന്ന് സമൂഹത്തെ അറിയിക്കുകയാണ് നമ്മുടെ ഈ സംവാദം കൊണ്ട് ലക്ഷ്യമിടുന്നത്.
അവർ ആയത്തുകൾ ഓതുകയാണ്. ഓരോ ആയത്ത് ഓതിയിട്ട് അവർ മുസ്ലിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് പറയുകയാണ്. അവർ ആകെ ഓതുന്ന ചില ആയത്തുകളുണ്ട്. ജിന്ന് സൂറത്തിലെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവോടൊപ്പം ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. എന്നിട്ട് ആയത്തോതിയിട്ട് മഹാന്മാരായ അമ്പിയാക്കളെയും മൗലിയാക്കളെയും അവരുടെ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവർ സഹായിക്കും എന്ന അടിസ്ഥാനത്തിൽ വിളിച്ചു സഹായാർത്ഥന നടത്തുന്നതിനെ ഈ ഗണത്തിൽ പെടുത്തിയിട്ട് അവർ പറയും മുശ്രിക്ക് എന്ന് നേരിട്ട് നോക്കി വിളിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് കാര്യങ്ങളെന്ന് സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടല്ലാതെ ദുആ ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന വിഷയത്തിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ സുന്നികൾ ചെയ്യുന്നുവെന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് അവർ മുശ്രിക്കുകളാണ് എന്ന മുജാഹിദ് വാദം ഉത്ഭവിക്കുന്നത്. അവർ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം എന്താണ്? പ്രസ്തുത ദുആഇനെ മനസ്സിലാക്കുന്നതിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചു എന്നാണ് ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ കള്ള് ഹറാമാണ് എന്നതിന് ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. പക്ഷേ കള്ള് ഹറാമാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു മനുഷ്യൻ അയാൾക്ക് കള്ള് എന്ത് എന്ന് മനസ്സിലാക്കുന്നതിൽ പിഴവ് പറ്റി. അയാൾ കരുതി എല്ലാ ശീതളപാനീയങ്ങളും മധുരപാനീയങ്ങളും കള്ളാണ് എന്ന് തെറ്റിദ്ധരിച്ചു. എന്നിട്ട് ജ്യൂസ് കുടിക്കുന്ന ഭൂരിപക്ഷം മുസ്ലിങ്ങളെ നോക്കി അയാൾ ആയത്തോതുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു, കള്ള് കുടിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുടിക്കുന്ന ഈ കള്ളുണ്ടല്ലോ അത് ഖുർആനിക വിരുദ്ധമാണ്, ഹറാമാണ് എന്നൊരാൾ പ്രഭാഷണം നടത്തുമ്പോ കേട്ടു നിൽക്കുന്നവർക്ക് ഇതിന്റെ അസംബന്ധത വ്യക്തമാകും. ശുദ്ധ അസംബന്ധമാണ് അയാൾ വിളിച്ചു പറയുന്നത്. എന്നാൽ ഇതുപോലെയല്ലേ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അതുപോലെ തന്നെ മഹത്തുക്കളായ ആളുകൾക്ക് അവരുടെ അസാധാരണ കഴിവ് അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്ന സുന്നിയെ നോക്കിയിട്ട് നിങ്ങൾ മുശ്രിക്കാണെന്ന് പറയുന്നത് ചായ കുടിക്കുന്നവനെ നോക്കിയിട്ട് ഈ കള്ളുകുടി ഹറാമാണ്, ഖുർആനിക വിരുദ്ധമാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം എന്തേ? ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത് എന്ന് പറയുന്ന അതേ ഖുർആൻ തന്നെ മഹാനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ ചെയ്യാമെന്നും ആ ദുആ സാധാരണക്കാരോട് നടത്തുന്ന ദുആ ആവരുത് എന്നും പറഞ്ഞത് സൂറത്തുൻ നൂറിൽ 63-ാം വചനം നമുക്ക് വായിക്കാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തജ്അലൂ ദുആഅർ റസൂലി കദുആഇ ബഅലികും ബഅലാ. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നടത്തുന്ന ദുആ അത് സാധാരണ മുഅ്മിനീങ്ങളോട് നടത്തുന്ന പോലെയാകാൻ പാടില്ല. ഇവിടെ സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ഒരാൾക്ക് സംശയം വരികയാണ്. അല്ല പറയുന്നു വല അല്ലാഹു അല്ലാത്ത ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. അതേ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു ദുആ റസൂലുള്ളാഹിയോട് നടത്തുമ്പോൾ പ്രത്യേകം ഗൗരവം കാണിക്കണം, അദബ് പാലിക്കണം, അച്ചടക്കം പാലിക്കണം. ഇവിടെ എന്താണ്? അല്ലാഹു ചെയ്യരുത് എന്ന് പറയുന്ന ദുആ ഏതാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ പിഴവ് പറ്റിയതാണ് കാരണം. യഥാർത്ഥത്തിൽ ഏതാണത്? മുഫസ്സിരീങ്ങൾ മുഴുവനും വിശദീകരിച്ചത് കാണാം. കേവല വിളി എന്ന അർത്ഥത്തിനല്ലേ അല്ല,
വലാ തദ്ഉ മിൻ ദൂനില്ലാഹി എന്ന് പറയുന്ന പരശതം സ്ഥലങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. തദ്ഉന മിൻ ദൂനില്ലാഹി ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി എന്ന് പറയുന്ന പരശതം ആയത്തുകൾ അവിടെയൊന്നും കേവല വിളി എന്ന അർത്ഥത്തിനല്ല എന്ന് പ്രാമാണികരായ എല്ലാ മുഫസ്സിറുകളും ഏകോപിച്ചിട്ടുണ്ട്. എന്നു മാത്രല്ല, ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ ഇമാം റാസി തങ്ങളെ നോക്കൂ. തദ്ഉന എന്ന് പറഞ്ഞിടത്തൊക്കെ ഐ ആലിഹതൻ എന്ന് കൊടുത്തത് കാണാം. എന്ന് പറഞ്ഞാൽ ദിവ്യത്വ സങ്കല്പത്തോടു കൂടെയുള്ള വിളി, അതാണ് മറ്റൊരാൾക്കും ചാർത്താൻ പറ്റില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ദിവ്യത്വത്തോടുകൂടിയുള്ള ദൈവിക സങ്കല്പത്തോടുകൂടിയുള്ള വിളി ആലിഹത്ത് ആണെന്ന നിലക്കുള്ള വിളി വിശുദ്ധ ഖുർആനിൽ അൽ കഹ്ഫ് സൂറത്തിൽ കാണാം. ലൻ നദ്ഉ മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്ത ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഇലാഹൻ, ഞങ്ങൾ വിളിക്കുന്നില്ല. ഇലാഹൻ, ആരാധ്യനായിട്ട്, ദൈവമായിട്ട്, ഇലാഹായിട്ട് ഞങ്ങൾ വിളിക്കുന്നില്ല. ആ അർത്ഥത്തിലുള്ള ദുആ ആണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ തന്നെയാണ് മറ്റു മുഫസ്സിരീങ്ങൾ അർത്ഥം വെക്കുന്നു. ബഹറുൽ മുഹീത്ത് നോക്കൂ, മുഹററുൽ വജീസ് നോക്കൂ, അതുപോലത്തെ തഫ്സീറുകൾ നോക്കൂ. തദ്ഉന മഅനാഹു തഅബുദൂൻ, ഇലാഹാണെന്ന അർത്ഥത്തിലുള്ള ദൈവിക സങ്കല്പത്തോടുകൂടിയുള്ള ദിവ്യത്വം ചാർത്തിയുള്ള വിളി മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്നാണ് എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞത്. ഈ ആരാധനയുടെ പരിധിയിൽ വരുന്ന ദുആക്ക് സാധാരണ മലയാളത്തിൽ പ്രാർത്ഥന എന്ന പദമാണ് പ്രയോഗിക്കാറുള്ളത്. ഭാഷാപരമായി ഏതു വിളിക്കും, യാചനക്കും, അപേക്ഷക്കും, ഇസ്തിഗാഫക്കും ആ പദം പറ്റുമെങ്കിലും സാധാരണ പ്രയോഗിക്കാറുള്ളത് ദിവ്യത്വം ചാർത്തിയുള്ള ഈ വിളിക്കാണ് എന്ന് നാം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദിവ്യത്വ സങ്കല്പത്തിൽ ഉണ്ടെങ്കിലേ ഏതൊരു അർത്ഥനയും സഹായാർത്ഥനയും യാചനയും ഇസ്തിഗാസയും എല്ലാം ശിർക്കാവുകയുള്ളൂ, ഇബാദത്താവുകയുള്ളൂ എന്ന് നമ്മൾ മാത്രം പറയുന്നതല്ല. മുജാഹിദുകൾ തന്നെ അവരുടെ വിവിധ പ്രസിദ്ധീകരണത്തിൽ, വിവിധ സാഹിത്യങ്ങളിൽ അവർ ലോകത്തോട് ഈ സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് KNM സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ അഹ്ലുസുന്ന വൽ ജമാഅ സംശയവും മറുപടിയും എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 15-ാമത്തെ പേജിൽ കാണാം, ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ഈ വിശ്വാസമില്ലെങ്കിലോ അത് വെറും സഹായാർത്ഥന മാത്രം, അത് വെറും ഇസ്തിഗാസ മാത്രം എന്ന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന KNMന്റെ പ്രസിദ്ധീകരണമാണ്. അതേ ആശയം തന്നെ വിചിന്തനം 2003 ജൂലൈ 4 വിചിന്തനത്തിൽ കാണാം. കേവലമായ വണക്കത്തിന് ഇസ്ലാമിൽ ആരാധനയൊന്നും പറയില്ല. ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അതിന് വണങ്ങുന്ന ഏർപ്പാടിനാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത്, ആരാധന എന്ന് പറയുകയുള്ളൂ. ആ അർത്ഥത്തിലാകുമ്പോൾ മാത്രമേ ശിർക്ക് വരികയുള്ളൂ. എൻ്റെ കയ്യിലുള്ളത് അൽമനാർ 1988 ജനുവരിയിലെ ലക്കം. അതിൽ കാണാം, അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിനു പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവൻ പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാം. ആ ഖുർആൻ വ്യാഖ്യാനങ്ങളാണ് ഞാൻ നേരത്തെ ഇവിടെ ഉദ്ധരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ദിവ്യത്വ സങ്കല്പത്തോടുകൂടിയുള്ള ഒരു ദുആ ഉണ്ട്. ആ ദുആ ആണ് ആ സങ്കല്പം ഒരിക്കലും ഇല്ലാത്ത ഇസ്തിഗാസയിൽ കൊടുന്ന് ചാർത്തി മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മുജാഹിദ് പ്രസിദ്ധീകരണങ്ങൾ തന്നെ പറയുന്നത്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ
അവർ പ്രാർത്ഥിച്ചിരുന്ന, അവർ പൂവിട്ട് പൂജിച്ചിരുന്ന ദൈവങ്ങളിൽ ദിവ്യത്വ സങ്കല്പത്തോടു കൂടെയായിരുന്നു. അവർ സ്വയം ഉപകാരം ചെയ്യാൻ കഴിയും, സ്വയം ഉപദ്രവം ചെയ്യാൻ കഴിയും എന്ന അർത്ഥത്തിലായിരുന്നു അവർ ഇസ്തിഗാസ ചെയ്തിരുന്നത്. അല്ല, അവർ അവയെ ആരാധിച്ചിരുന്നത്, അവരതിനെ പൂജിച്ചിരുന്നത്, പ്രതിഷ്ഠയായി വെച്ചിരുന്നത് എന്ന് മഹാനരായ ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചത് കാണാം. മുശ്രിക്കീങ്ങൾ തഖയ്യലു ഫിൽ അസ്നാമില്ലതി അബദുഹാ സിഫാത്തിൻ കസീറ, അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളിൽ ഒരുപാട് വിശേഷണങ്ങൾ വിശ്വസിച്ചിരുന്നു. വതിൽക സിഫാത്തുല്ലതി തഖയ്യലുഹാ ഫി അസ്നാമിഹിം അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ തന്നെ സ്വയം ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ അവക്ക് ശക്തിയുണ്ട് എന്ന വിശ്വാസത്തോടുകൂടിയായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പ്രണമിച്ചിരുന്നത് എന്നാണ് മഹാനായ ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. ഈ മക്ക മുശ്രിക്കുകളുടെ കൂട്ടത്തിലേക്കാണ് ആ വിശ്വാസമില്ലാത്ത ശുദ്ധ തൗഹീദിന്റെ വക്താക്കളായ മുസ്ലിങ്ങളെ, ബഹുഭൂരിപക്ഷം വിശ്വാസികളെ കൊണ്ടുപോയിടുന്നത് എത്രമേൽ അപകടകരമാണ് എന്നാണ് നാം ഈ സമയത്ത് ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി ഓർമ്മപ്പെടുത്തി, അല്ലാഹു നിങ്ങളുടെ സഹായിയാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹ്, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ സഹായിയാണ്. വറസൂലുഹു, അതുപോലെ തന്നെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിങ്ങളുടെ സഹായിയാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുതൂനസ്സകാത്ത വഹും റാക്കിഊൻ, ഇബാദത്തിൽ പൂർണ്ണത പ്രാപിച്ച, വിശ്വാസത്തിൽ അചഞ്ചലമായി മുന്നേറിയ, അല്ലാഹുവിന്റെ അടുത്ത ഇഷ്ടദാസരായ മഹാന്മാരും നിങ്ങളുടെ സഹായിയാണ് എന്ന് അല്ലാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച സൂറത്തുൽ മാഇദയിലെ 55-ാം വചനം അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹറുൽ മുഹീത്തുൽ കാണാം മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലദീന ആമനു, വിശ്വാസികൾ എന്നു പറഞ്ഞ മഹാന്മാരാരാണെന്നറിയുമോ? ഉമൂമു മൻ ആമന മൻ മലാ മിൻഹും വമൻ ബഖിയ, കഴിഞ്ഞു വഫാത്തായി പോയ മഹാന്മാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും എല്ലാവരും അതിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമുള്ള ഈ ഒരു ഏർപ്പാടിനെയാണ് യഥാർത്ഥത്തിൽ ശിർക്കിന്റെ പേരിൽ തൗഹീദിനെ വിഘ്നമാണ്, വിഘാതമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആദ്യ നൂറ്റാണ്ടിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ പിന്നീട് ഇങ്ങോട്ട് നൂറ്റാണ്ടുകളായുള്ള എല്ലാ മഹാന്മാരും ഈ ഇസ്തിഗാസ ചെയ്തതിന് ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. മഹാനായ തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥത്തിൽ ശിഫാഉസ് സഖാമിൽ ഓർമ്മപ്പെടുത്തുന്നു, ഇഅലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വത്തശഫഉ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജവാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമതി ലികുല്ലി ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഔലിയാക്കളോട്, മഹത്തുക്കളോട് ഇസ്തിഗാസ നടത്തൽ, അവരിൽ നിന്ന് തശഫുഅ് ചെയ്യൽ, അവരോട് തവസ്സുൽ നടത്തൽ, അതെല്ലാം യജൂസു അനുവദനീയമാണ് എന്നു മാത്രമല്ല വയഹ്സുനു അത് സുന്നത്തായ കാര്യം കൂടിയാണ്. വജവാസു ദാലിക വഹുസ്നുഹു അത് സുന്നത്താണെന്ന കാര്യം മിനൽ ഉമൂരിൽ മഅലൂമതി ലികുല്ലി ദീൻ അൽ മഅറൂഫതി മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീൻ, മുൻകഴിഞ്ഞു പോയ അംബിയാക്കൾ, മുർസലീങ്ങൾ, അതുപോലെ തന്നെ വസിയരി സലഫി സാലിഹീൻ സച്ചരിതരായ മഹാന്മാർ, വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ, എല്ലാവരും ഇക്കാലമത്രയും ഒരുപോലെ അംഗീകരിച്ച സുന്നത്തായ ഏർപ്പാടാണ്. ഈ ഏർപ്പാടിനെയാണ് മുശ്രിക്കുകളുടെ മേലിൽ ഇറങ്ങിയ ആയത്തുകളുടെ കീഴിൽ പെടുന്നു എന്ന്
കള്ളം പറഞ്ഞുകൊണ്ട്, വ്യാജമായ തഫ്സീറുകളും ഉദ്ധരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സന്ദർഭങ്ങളിൽ നിന്ന് കത്തിവെച്ച് അടർത്തി മാറ്റിക്കൊണ്ടാണ് മുസ്ലിങ്ങളുടെ മേൽ ചുമത്തുന്നത്. ഇത്തരം ദുആയിൽ അമ്പിയാക്കൾ ഔലിയാക്കളോട് നടത്തുന്ന സഹായാർത്ഥന ഒരിക്കലും പെടുകയില്ല എന്ന് മഹാനായ ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൂഹുൽ ബയാനിൽ ഓർമ്മപ്പെടുത്തിയത് കാണാം. വഹാദാ ബിഖിലാഫി തവജ്ജുഹി ഇലാ റൂഹാനിയത്തിൽ അംബിയാ വൽ ഔലിയാ, അമ്പിയാക്കളുടെയും അതുപോലെ തന്നെ ഔലിയാക്കളുടെയും അർവാഹുകളിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അവരോട് നടത്തുന്ന ഇസ്തിഗാസ ഒരിക്കലും ഇതിൽ പെടുകയില്ല. കാരണം ഫൈനൽ ഇസ്തിംദാദ മിൻഹും വത്തവസ്സുലു ബിഹിം വൽഇൻതിസാബ ഇലൈഹിം മിൻ ഹൈസു ഇന്നഹും മലാഹിറുൽ ഹഖ് വമജാലി അൻവാരിഹി വമറായി കമാലിഹി വശുഫാഉഹു മിൻ ഫിൽ ഉമൂരിൽ ലാഹിറതി വൽ ബാത്തിനതി ലഹു ഗായാതുൻ ജലീല. അത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്. എന്നിട്ട് മഹാനർവകൾ പറയുകയാണ്, വലൈസ ദാലിക ബിശിർകിൻ അസ്ലാ, ഇതൊരിക്കലും ശിർക്ക് അല്ലേ അല്ല. മഹാനവറുകൾ പറയുകയാണ്, ബൽ ഹുവ ഐനു തൗഹീദ്, അത് ശുദ്ധമായ തൗഹീദാണ്, ഒന്നാന്തരം തൗഹീദാണ് എന്നാണ് മഹാനായ ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ ഇത്തരം ഇബാദത്തായ പുണ്യകർമ്മമായ സുന്നത്തായ ഒരു കാര്യം ചെയ്യുന്ന മുസ്ലിമീങ്ങളെയാണ് ദുആ എന്ന പദം പ്രയോഗിച്ചുകൊണ്ട്, പ്രാർത്ഥന എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് സുന്നികളുടെ മേൽ സുന്നികൾ മുഴുവനും മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ശല്യങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. അഹ്ലുസുന്നയുടെ ആദർശം യഥോചിതം മനസ്സിലാക്കി ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി